കേരളത്തിൽ 10 വർഷമായി LDF ഭരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ 5 വർഷം, രണ്ടാം പിണറായി സർക്കാർ 5 വർഷം. മുഖ്യമന്ത്രി മാറുന്നില്ല, മന്ത്രിമാർ മാറുന്നുണ്ട്. നയങ്ങൾ മാറുന്നില്ല, നിലപാട് മാറുന്നില്ല. മന്ത്രിമാർക്ക് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. LDFന്റെ തുടർഭരണം 10 വർഷത്തിന് ശേഷം സർക്കാർ ജനവിധി തേടുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സ്വാഭാവികമായും സർക്കാർ വിരുദ്ധ വികാരമുണ്ടാകണമല്ലോ. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഒരു തവണ ജയിച്ചാൽ അടുത്ത തവണ മറ്റൊരു മുന്നണി എന്നതാണ് കേരളത്തിലെ സാധാരണ സ്ഥിതി. LDF ജയിച്ചാൽ UDF ഭരിച്ചാൽ LDF എന്നിങ്ങനെ മാറി മാറി വരുന്ന രാഷ്ട്രീയമാണല്ലോ കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടുവരുന്നത്. അതാണ് പിണറായി വിജയൻ പൊളിച്ചത്. എന്ന് വെച്ചാൽ LDFന്റെ തുടർഭരണത്തിലേക്ക് കൊണ്ടുപോയത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ ജനവിധി തേടുമ്പോൾ സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം അലയടിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കണക്ക് കൂട്ടുന്നത്, കേരളത്തിലെ UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അലയടിയിൽ LDF സർക്കാർ തകർന്ന് തരിപ്പണമാകും. UDF സർക്കാർ വരും 100-ലേറെ സീറ്റുകൾ നേടിക്കൊണ്ട്. ഇതാണ് പറയുന്നത്. സത്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ കേരളത്തിൽ? ഇല്ല എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ചാനലുകൾ UDFന് വേണ്ടി പ്രവർത്തിക്കുന്ന മനോരമ ചാനൽ ഉൾപ്പെടെ നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. മാതൃഭൂമി നടത്തിയ സർവേയിൽ LDFന് 66 മുതൽ 78 സീറ്റ് വരെ. ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ വൻ മുന്നേറ്റമാണ് LDFന് പ്രവചിക്കുന്നത്, 104 മുതൽ 120 സീറ്റ് വരെ. കേരള ലൈവ് ന്യൂ പോൾ 83 മുതൽ 95 സീറ്റ് വരെ. IANS മാട്രിക്സ് 61 മുതൽ 71 സീറ്റ് വരെ. ന്യൂസ് മലയാളം 78 സീറ്റ് മുതൽ 90 സീറ്റ് വരെ. വോട്ട് വൈബ് 71 സീറ്റ്. ന്യൂസ് 18 വോട്ട് ട്രാക്കർ 70 സീറ്റ് LDFന് ലഭിക്കുമെന്ന് പറയുന്നു. സംസ്ഥാന ഇന്റലിജൻസ് 83 സീറ്റ് വരെ LDFന് ലഭിക്കാം എന്ന് പറയുന്നു. മനോരമ 69 സീറ്റ് വരെ LDFന് ലഭിക്കാം എന്ന് പറയുന്നു. 69 പറയുന്നത് മനോരമ. പക്ഷേ യഥാർത്ഥ കണക്ക് 77 ഓരോ ജില്ലകളിലും ലഭിച്ച കുറഞ്ഞ വോട്ടും കൂടിയ വോട്ടും കൂട്ടുമ്പോൾ 77 സീറ്റ് വരെ LDFന് ലഭിക്കാം. UDFന് 86 സീറ്റാണ് പ്രവചിക്കുന്നത്. എന്ന് വെച്ചാൽ 77 ഉണ്ട് ഏറ്റവും കൂടുതൽ LDFന് ലഭിക്കാവുന്ന സീറ്റുകൾ എന്ന് പറയുന്നു മനോരമ ന്യൂസ്. റിപ്പോർട്ടർ പറയുന്നു ഭരണ തുടർച്ച ഉറപ്പാണ്, 44.23% വോട്ട് ലഭിക്കുമെന്ന്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 80 സീറ്റാണ് പ്രവചിക്കുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 80 സീറ്റാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പമല്ല നിൽക്കുന്നത്, UDFനേക്കാളും മുന്നിലാണ് എന്നാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത്. ഇതിൽ ന്യൂസ് മലയാളം പറയുന്ന 78 മുതൽ 90 സീറ്റ് വരെ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ തവണ ഇതേ ഏജൻസി എന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ഏജൻസി ഒരു സർവേ നടത്തിയിരുന്നു. അതൊരു ഓൺലൈൻ ചാനലിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഇതേ ഏജൻസി കണ്ടെത്തിയത് LDFന് 85 മുതൽ 95 വരെ സീറ്റ് ലഭിക്കും എന്നാണ്. 85 മുതൽ 95 വരെ സീറ്റ്. എത്രയാണ് LDFന് ലഭിച്ചത്? 99 സീറ്റാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ സത്യത്തോട് അല്പമെങ്കിലും അടുത്തു നിൽക്കുന്നത് ന്യൂസ് മലയാളത്തിന് വേണ്ടി സർവേ നടത്തിയ ഏജൻസി കഴിഞ്ഞ തവണ നടത്തിയ സർവേയാണ്. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും LDF തോൽക്കും, UDF ജയിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ന്യൂസ് മലയാളത്തിന് വേണ്ടി സർവേ നടത്തിയ ഏജൻസി മാത്രമാണ് കഴിഞ്ഞ തവണ LDF ജയിക്കും എന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത് LDFന് 78 മുതൽ 90 സീറ്റ് വരെ ലഭിക്കും എന്ന്. 78 മുതൽ 90 സീറ്റ് വരെ ലഭിക്കും എന്ന് വെച്ചാൽ LDFന്റെ ജയം ഉറപ്പാണ് എന്ന്. ഇത് ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട്, കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം ഇല്ല, ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നില്ല എന്ന്. അപ്പോൾ എന്ത് വികാരമാണ് അലയടിക്കുന്നത്? അത് ഭരണവിരുദ്ധ തരംഗമല്ല. അപ്പോൾ ഏത് തരംഗമാണ് കേരളത്തിൽ അലയടിക്കുന്നത്? അത് പ്രതിപക്ഷ വിരുദ്ധ തരംഗമാണ്. പ്രതിപക്ഷ വിരുദ്ധ തരംഗം കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമാണ് പ്രതിപക്ഷ വിരുദ്ധ തരംഗം
ആഞ്ഞടിക്കുക, അലയടിക്കുക എന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ് നടത്തിയ ഫണ്ട് പിരിവിലെ തട്ടിപ്പ്. ഓരോ വിശദാംശങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് സീറ്റ് വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിന്റെ AICC ഉൾപ്പെടെയുള്ളവർ, രാഹുൽ ഗാന്ധി ഉൾപ്പെട്ടിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയും AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഉൾപ്പെട്ട തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തിക ക്രമക്കേട് സാധാരണ ആരോപിക്കപ്പെടുക ആർക്കെതിരെയാണ്? ഭരണപക്ഷത്തെ മന്ത്രിമാർക്കെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ്. അഴിമതി നടത്തി ഭരണം ഉപയോഗിച്ച് എന്ന് ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കാൻ കഴിയുന്നില്ല സർക്കാരിനെതിരെ. അതേസമയം പ്രതിപക്ഷം സാമ്പത്തിക ആരോപണങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. അതും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ് പിരിച്ച പണത്തിൽ നടത്തിയ തിരിമറി തട്ടിപ്പ് ശവം തൂക്കികളാണ് UDF എന്ന് ഭരണപക്ഷ നേതാവിനെ കൊണ്ട്, M സ്വരാജിനെ കൊണ്ട് പറയിപ്പിച്ചു പ്രതിപക്ഷം എന്നുകൂടി ഓർക്കണം. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ തരംഗമല്ല, പ്രതിപക്ഷ വിരുദ്ധ തരംഗമാണ് എന്ന്.